ഒന്ന് മറ്റു മൈക്കുകളൊന്ന് ഓഫാക്കാൻ ശ്രദ്ധിക്കുക. വെൽക്കം ടു ദി ഗേറ്റ് വേ ടു സക്സസ്. വിജയത്തിലേക്കുള്ള കവാടം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ലെറ്റ് യുവർ സക്സസ് മാഗ് ദി നോയ്സ്. നിങ്ങളുടെ വിജയം നിങ്ങളുടെ ശബ്ദമാവട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടെ. പ്രിയരെ, നാം പല ആളുകളും പല മേഖലയിൽ ജോലി ചെയ്യുന്നവരായേക്കാം. പലരും ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, ഹൗസ് വൈഫ് ഉണ്ട്, ഇതിൽ സ്റ്റുഡൻസ് ഉണ്ടാവും, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ധാരാളമുണ്ട്, റിട്ടയർഡ് ആയ ആളുകൾ അവരും ധാരാളമുണ്ട്. അപ്പൊ പല നിലക്കുള്ള ആളുകളായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ നാം ചെന്ന് കാണുന്ന ആളുകൾ പല രൂപത്തിലായിരിക്കും. എന്നാൽ ചെയ്യുന്ന മേഖലയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ അതിൽ നിന്നൊരു മാറ്റം, ഒരു പുരോഗമനം ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. ജീവിത വിജയത്തിലേക്കുള്ള ഒരു വഴി, ഒരു പുരോഗമനം തേടാത്തവരായി ആരുമില്ല. അതിന് വല്ല വഴിയുണ്ടോ എന്ന് ഈ പ്രസന്റേഷൻ കഴിയുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഒരാൾക്ക് 3 കാര്യങ്ങളാണ് ആവശ്യം. ഒന്ന് ഹെൽത്ത്, മറ്റൊന്ന് വെൽത്ത്, മറ്റൊന്ന് ഫ്രീഡം. ഹെൽത്ത്, ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത്. അതില്ലെങ്കിൽ കഴിഞ്ഞല്ലോ. 2 വെൽത്ത്, സാമ്പത്തികം. ഈ 2 കാര്യങ്ങളും ഏകദേശം കുറച്ചൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ തീരെ ഇല്ലാത്തവരുണ്ടോ മറക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ. എന്നാൽ മൂന്നാമത് പറയുന്ന ഫ്രീഡം, അതിനെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല സാധാരണക്കാരന്. കാരണം അത് കുറച്ച് അകലെയാണ്. ഫ്രീഡം, സാമ്പത്തിക ഫ്രീഡം. ഈ 3 കാര്യങ്ങളും, ഹെൽത്ത്, വെൽത്ത്, സാമ്പത്തിക ഫ്രീഡം, ഇത് 3 നമുക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും, അതാണ് വേണ്ടതെങ്കിലും 90% ആളുകൾക്കും ഇത് 3 ഒരേ സമയം കിട്ടാറില്ല. അധിക പേർക്കും ഈ ആദ്യത്തെ 2 കാര്യങ്ങളിൽ ഒതുങ്ങും. എന്നാൽ അതിന് വല്ല വഴിയുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ ഒരു കോമൺ ആയിട്ട് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് വരുമാനം കണ്ടെത്താൻ 2 വഴിയാണ്. ഒന്നിരിക്കൽ ജോബ് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക. അല്ലാതെയും ക്യാഷ് ഉണ്ടാക്കുന്നവരുണ്ട്, അതല്ല ഉദ്ദേശിച്ചത്. കോമൺ ആയിട്ടാണ് പറയുന്നത്. ജോലിയും ബിസിനസ്സും മാത്രം. ഒരാൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, എന്ത് ജോലി ചെയ്യുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഇൻകം കണക്കാക്കപ്പെടുന്നത്. നമുക്ക് ഈ ഗ്രാഫിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഒരാൾ 8 മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു മാസം ഒരു 15,000 മുതൽ 40,000 രൂപ വരെ സമ്പാദിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ 16 മണിക്കൂറും ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് 60,000 വരെ, ഒരു 25,000-ന്റെയും ഒരു 60,000-ന്റെയും ഇടയിലുള്ള സംഖ്യ സ്വരൂപിക്കാനായിട്ട് കഴിയും ഒരു മാസം. 24 മണിക്കൂറും ഒരാൾ ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ട് വന്നാൽ, അങ്ങനെ സാധിച്ചോളന്നില്ല, ഈ യാദൃശികമായിട്ട് അത് സംഭവിച്ച് പോയാൽ തന്നെയും ഒരു 90,000, 1,00,000 രൂപ, 1,00,000 രൂപയിൽ താഴെ മാത്രമേ അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലല്ലേ? കാരണം 24 മണിക്കൂറിൽ ഒരാൾക്കുള്ളൂ. കാരണം സാധാരണഗതിയിൽ ജോബ് ചെയ്തിട്ടല്ലേ ഇത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ബിസിനസ് അല്ല ജോലിയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ ഇങ്ങനെ പരിമിതമായ വരുമാനമാണിത്. എന്തുകൊണ്ടെന്നാൽ പേഴ്സണൽ എഫർട്ടാണ്, പേഴ്സണൽ പ്രസൻസ് ആണ്. സ്വന്തമായി കൈകാര്യം ചെയ്യുന്നു, സ്വന്തമായി ഇടപെടുന്നു. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ഇൻകമാണ് ഇവർക്കുള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. 2 വിഭാഗം. ഒന്ന് എംപ്ലോയീസ്, ജോലിക്കാർ, മറ്റ് ചെറുകിട ബിസിനസ്സുകാർ. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, റിച്ച് മാൻ, സാമ്പത്തികമായി കുറച്ച് പൊന്തി നിൽക്കുന്ന ആളുകൾ. അവരാരാ? അവരിങ്ങനല്ല. അവർ വരുമാനം കണ്ടെത്തുന്നത് വേറെ രൂപത്തിലാണ്. അതായത് ആരോ മൈക്കോണാണ്, വരുമാനം കണ്ടെത്തുന്നത് ഈ രൂപത്തിലാണ്. ഇപ്പൊ പറഞ്ഞ രൂപത്തിലല്ല. അതെങ്ങനെയാ വെച്ചാൽ 8 മണിക്കൂറും 16 മണിക്കൂറും 24 മണിക്കൂറും ജോലി ചെയ്യാൻ കഴിവുള്ള, താല്പര്യമുള്ള, മുന്നോട്ട് വരുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തി അവരുടെ പ്രവൃത്തി സമയങ്ങളെ സ്വന്തം പ്രവൃത്തി സമയങ്ങളായിട്ട് മാറ്റി വരുമാനം കണ്ടെത്തുന്നു. ഉദാഹരണം പറയാം. അതെങ്ങനെ? ഇപ്പൊ ഒരു ചെറിയ 2 ഉദാഹരണം നമുക്ക് പറയാം. ഒന്ന് നമുക്ക് ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാർ എടുക്കാം. അദ്ദേഹത്തിന് 1,00,000-ഓളം തൊഴിലാളികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. 1,00,000-ഓളം എന്ന് വെക്കേണ്ട, കണക്കൂട്ടാൻ സുഖത്തിന് 1,00,000 എന്ന് വെക്കാം. ഒരാൾ 24 മണിക്കൂർ, ഒരാൾ ഇപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് 24 മണിക്കൂർ ഉള്ളെങ്കിലും ഒരാൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നിരിക്കെ 1,00,000 തൊഴിലാളികൾ 8 മണിക്കൂർ ജോലി ചെയ്താൽ 8,00,000 മണിക്കൂറാണ് യൂസുഫ് അലി സാറിന് ഒരു ദിവസം ലഭിക്കുന്നത്. 1,00,000 സുമാറാണേ, കൃത്യ കണക്കല്ല. എന്നിരുന്നാലും കണക്ക് വെച്ച് നോക്കുമ്പോൾ 8 മണിക്കൂർ അങ്ങനെ അറിയാലോ, 8,00,000 മണിക്കൂർ. അതുപോലെ തന്നെ റിലയൻസിൽ 4,00,000-ഓളം തൊഴിലാളികൾ ഉണ്ടാവും. 4,00,000 എന്ന് പറയുമ്പോൾ ഒരാൾ 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 4×8 32 ലക്ഷം മണിക്കൂറാണ് റിലയൻസിന്റെ കമ്പനിക്ക് ലഭിക്കുന്നത്.
ഇപ്പൊ എന്താ സംഭവിച്ചത്? അവർക്ക് നമുക്കൊക്കെ 24 മണിക്കൂറുള്ളെങ്കിലും സാധാരണക്കാരെ കുറെ ആളുകളെ, സാധാരണക്കാരെന്നല്ല, ജോലി ചെയ്യാൻ താല്പര്യമുള്ള കുറെ ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരുടെ പ്രവൃത്തി മണിക്കൂറുകളെ ഇവരുടെ പ്രവൃത്തി മണിക്കൂറുകളാക്കി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ വരുമാനം കണ്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിലക്കാത്ത വരുമാനമുണ്ട്, സ്ഥിര വരുമാനമുണ്ട്. ഈ ടീമിന്റെ പേര് ബിസിനസ്മാൻമാരെന്ന് പറയും. അതുപോലത്തെ ഇൻവെസ്റ്റേഴ്സുകളൊക്കെ തന്നെ അവർ പിന്നെ ബിസിനസ് ചെയ്യുന്നില്ല, അവർ പൈസ ഇട്ട് കൊടുക്കുള്ളൂ. ബിസിനസ്മാൻമാരെ കുറിച്ചാണ് ഇപ്പൊ ഈ പറഞ്ഞത്. എന്നാൽ നമുക്ക് ബിസിനസ് ചെയ്തില്ല വിജയത്തിന് അവരല്പം കുളിക്കും. കാരണം സ്വാഭാവികമായിട്ടും ബിസിനസ് ചെയ്യാൻ നല്ല എമൗണ്ട് ചെലവാണ്. ഒരു കച്ചവടം തുടങ്ങാൻ പോലും ഇപ്പൊ 5 ലക്ഷം രൂപ ഇല്ലാതെ കച്ചവടം തുടങ്ങാൻ കഴിയില്ല. ചുരുങ്ങിയത് ഒരു പെട്ടിക്കട തുടങ്ങാൻ 2 ലക്ഷം രൂപ വേണം. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് സ്ഥല സൗകര്യങ്ങൾ വേണം, അത് ഫർണിഷിങ് ചെയ്യണം, അതിൽ പ്രൊഡക്റ്റ് ഇറക്കണം, അതിലേക്ക് പണിക്കാർ വേണം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇത് 3 ആവശ്യമാണ് ഒരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ. പുതിയതല്ല, പഴയതാണെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അത് സാധാരണക്കാർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു പുതിയ ബിസിനസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആ ബിസിനസ്സിന് പ്രത്യേകത വിത്തൗട്ട് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലാൻഡ്, സ്ഥല സൗകര്യങ്ങളോ പണിക്കാരോ വലിയ മുതൽ മുടക്കോ ആവശ്യമില്ലാത്ത ഒരു ബിസിനസ്. ആ ബിസിനസിന്റെ പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഈ ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ നാട്ടിൽ നടക്കുന്ന സാധാ കച്ചവടം, ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊന്ന് പറയേണ്ടതുണ്ട്. അതായത് സാധാരണഗതിയിൽ ഒരു വസ്തു ഉണ്ടാക്കപ്പെടുന്ന ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് ഒരിക്കലും എത്തുന്നില്ല. ഒരു പേരെടുത്ത് പറയാം നമുക്ക്, ലെക്സ്. ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല, ഉദാഹരണം അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ അതായത് ഒരു ലെക്സ് സോപ്പ് അതിപ്പോ 35-36 രൂപ വിലയാണെങ്കിൽ ആ വസ്തു നേരിട്ട് ഫാക്ടറിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. അത് ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ വഴി ഫാക്ടറിയിൽ നിന്ന് നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറിലേക്കും അവിടുന്ന് ക്ലിയർ ആൻഡ് ഫോർവേഡ് ആളുകളിലേക്കും സോണൽ ഡിസ്ട്രിബ്യൂട്ടറിലേക്കും അവിടുന്ന് സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടറിലേക്കും അവിടുന്ന് ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടറിലേക്കും ഹോൾസെയിൽ ഡീലറിലേക്കും പിന്നീട് റീറ്റെയിൽ ഷോപ്പിലേക്കും എത്തുന്ന സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് പേര് കൈമാറി വരുന്നുണ്ട് ഇവിടെ. മാത്രമല്ല ഈ റീറ്റെയിൽ ഷോപ്പ്, നമ്മുടെ വീടിന്റെ അടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ഒരു ലെക്സ് സോപ്പ് അടിക്കുക, അല്ലെങ്കിൽ കോൾഗേറ്റ് പേസ്റ്റ് അടിക്കുക, പേസ്റ്റ് അല്ല കോൾഗേറ്റ് അടിക്കുക എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വസ്തുവിനെ പേര് പഠിപ്പിച്ചത് ഈ പീഡിയക്കാരനല്ല, കച്ചവടക്കാരനല്ല, നമുക്ക് സെലിബ്രിറ്റികളായ ആളുകളാണ്. ഐശ്വര്യ റായിയാണ് ഇതിന് പരസ്യം ചെയ്തിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ ലെക്സ്. അപ്പൊ ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന ഒരു വസ്തുവിന് ആകെയുള്ള സംഖ്യയുടെ 40% വിലയുടെ അടിസ്ഥാന വില വരുമ്പോൾ ബാക്കി വരുന്ന 60% പോകുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ആളുകളിലേക്കാണ്, ഇടനിലക്കാരായ ആളുകളിലേക്കും പിന്നെ പരസ്യക്കാരിലേക്കുമാണ് പോകുന്നത്. അപ്പോ ഇനി നമുക്ക് പുതിയ ബിസിനസ്സിലേക്ക് നോക്കാം. ഡയറക്റ്റ് സെല്ലിംഗ് ഇവിടെ പുതിയതും നല്ലത് പഴയ തന്നെയാണ്. ഇപ്പൊ ഇനി പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പുതിയെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ചുരുക്കി പറയാം, ഉണ്ടാക്കപ്പെടുന്ന ഫാക്ടറിയിൽ നിന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട കമ്പനി നല്ല വില കൊടുത്ത് ഈ ഒരു വസ്തുവിനെ ഏറ്റെടുക്കുകയും കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടർ മുഖാന്തരം കസ്റ്റമറിലേക്ക് എത്തുന്ന സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇടനിലക്കാരില്ല, മാത്രമല്ല പരസ്യക്കാരില്ല. ഇവിടെയുള്ള പരസ്യം എങ്ങനെയാണ്? ഓക്കെ, ഞാൻ പേസ്റ്റ് ഉപയോഗിച്ചു, ഇതിന്റെ കയ്യിൽ ഒരു പേസ്റ്റ് ഉണ്ട്, ഈ പേസ്റ്റ് സൂപ്പർ സാധനം, പല്ലുവേദനക്ക് നല്ല സൂപ്പറാണ്, പിന്നെ മാത്രമല്ല മറ്റു പേസ്റ്റൊക്കെ ഭയങ്കര വാണിംഗ് ഉള്ളതല്ല, ഇതിന് യാതൊരു വാണിംഗ് ഉള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും, നല്ല സാധനമാണ് എന്ന് പറഞ്ഞ് അനുഭവിച്ചറിഞ്ഞ പഠിച്ച കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരോട് പറയുന്നു. അതുപോലെ തന്നെ ലിവാഗൻ, ഗ്യാസിന് നല്ല സാധനമാണ്, എന്ത് സാധനം കഴിച്ചാലും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിലേക്കാണ് വയറിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, എനിക്ക് അനുഭവമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാനാണ് ഞാൻ ഗ്യാസ് മാറിയ ആളാണ്. അതുകൊണ്ട് 18 രൂപ വിലയുള്ള വസ്തു, ഗുളിക 2 നേരം കഴിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഞാൻ റെഗുലറായിട്ട് ഗ്യാസിന് ഗുളിക കഴിക്കുന്നില്ല, കാരണം എന്നെ മാറ്റിയെടുത്തത് ഈ ലിവാഗൻ, എനിക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പൊ അതുപോലെ ഒരുപാട് അനുഭവമുള്ള ആളുകൾ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞൊരു സത്യം ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് ഇവിടെ ഫാക്ടറിയിൽ നിന്ന് കമ്പനിയിൽ ഉത്തരവാദിത്തപ്പെട്ട കമ്പനി മാന്യമായ വില കൊടുത്താണ് വാങ്ങുന്നത്. സാധാരണഗതിയിൽ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ കൃഷിക്കാരൻ എന്നും പട്ടിണിയാണ്. അവരെന്നും അവർ ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ മറ്റു പ്രയാസത്തിലേക്ക് പോകുന്ന സാഹചര്യം പൊതുവെ കാണാറുണ്ട്. കാരണം പരമാവധി ചവിട്ടുന്ന സാഹചര്യം അവിടെ ഉണ്ടാവും. ഉദാഹരണം പറയാം, ഇപ്പൊ നമ്മുടെ പള്ളിയുടെ മുന്നിലൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും പഴക്കൊലകൾ കൊണ്ടുവന്ന് വെക്കും, 3 കിലോ 100 രൂപ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു കൃഷിക്കാരന്റെ ബുദ്ധിമുട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു കിലോന് അല്ലെങ്കിൽ ഒരു പഴക്കൊലക്ക് 1000 കൊടുത്താൽ പോലും നമുക്കത് മതിയാവൂല എന്ന് തോന്നിപ്പോ, അത്രയും പ്രയാസമുണ്ട്. നമുക്കറിയാലോ അതിന്റെ ഒരു പ്രയാസം. എന്നാൽ ഇത് വളരെ ചീപ്പായ റേറ്റിൽ നമുക്ക് കിട്ടുമ്പോൾ സത്യത്തിൽ നമുക്ക് സങ്കടമാണ് വരേണ്ടത്. ഇവിടെ അങ്ങനല്ല, ഇവിടെ മാന്യമായ വില കൊടുത്ത് തന്നെയാണ് കമ്പനി
ഫാക്ടറിയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഈ രണ്ട് സംഗതിയിൽ മാറ്റം. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ 40% തന്നെയാണ് അതിന്റെ അടിസ്ഥാന കോസ്റ്റ് എങ്കിലും ബാക്കി വരുന്ന ഈ 60% ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഇടനിലക്കാരിലേക്ക് കമ്പനി വീതിച്ചു നൽകുന്നു എന്നുള്ളതാണ് ഈ സിസ്റ്റം. അവിടെ സാധാരണഗതിയിൽ പിന്നെ കുറച്ച് ആളുകൾ 6-7 ആളുകൾ കൈമാറി വരുമ്പോൾ വീണ്ടും വീണ്ടും അവർ തന്നെ അവർ ആദ്യ മുതലാളിമാരാണ്, വീണ്ടും അവർ മുതലാളിമാരായി മാറുമ്പോൾ ഇവിടെ സാധാരണക്കാരനായ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഇടനിലക്കാർക്ക് നല്ലൊരു സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാവാൻ സാധിക്കുന്ന ഒരു മേഖല കൂടിയാണെന്ന് ഈ ഒരു സിസ്റ്റം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് അതിനെ സംബന്ധിച്ച് പറയാം. ഇത് പുതിയ പരിപാടിയൊന്നുമല്ല. 2014 പത്ര കട്ടിങ് ആണെന്നത്. 2025ഓടുകൂടി 1,50,00,000 ആളുകൾ ഇതിന്റെ പിന്നിൽ സജീവ പ്രവർത്തകരാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പത്ര കട്ടിങ് അത് ടിക്കിന്റെയും KPMGന്റെയും കണക്ക് പ്രകാരം. അതിന്റെ ഒരു സംഗതി വെച്ച് നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിലും ഒക്കെ നടക്കുന്ന നമ്മൾ മീറ്റിങ്ങിനെ സംബന്ധിച്ച് വലിയ അത്ഭുതമാണ്. ആളുകൾ സീറ്റില്ലാത്ത അവസ്ഥ ഉണ്ട്. 1000, 1200 ആളുകളാണ് 800, 850 സീറ്റുള്ള സ്ഥലത്ത് വന്നുകൊണ്ട് നിന്നുകൊണ്ട് ക്ലാസ് കേൾക്കുന്നത് നമുക്കറിയാലോ. അപ്പൊ ഈ ഓരോ ഭാഗത്ത് ഇപ്പോ കൽക്കത്തത്തെ ഒരു മീറ്റിംഗ് ഇതിലൊക്കെ കണ്ടിയാണ്. കണ്ടമന ആളുകളാണ് ഗ്രൗണ്ടിൽ ഒന്നായിട്ട്. ബോംബെയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായത് 1,50,000 ആളുകളാണ്. അപ്പൊ ഇതൊക്കെ കണ്ടില്ല, ഈ അന്നത്തെ വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ 25 കഴിഞ്ഞു 26ആയി. ഈ ഇതേപോലെ അടിസ്ഥാനപരമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുന്ന ഒരു തെളിവുകളാണ് ഇതൊക്കെ. 2015 ജൂലൈ 29 കേരള സർക്കാർ നമുക്ക് വേണ്ടി ചെയ്ത ഒരു ഗസറ്റ് വിജ്ഞാപനമാണ്. ജൂലൈ 29, 2015. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു പരിപാടി നടന്നു. ഒരു കൈപ്പുസ്തകം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സസ് എന്ന് പറയുന്ന ഒരു സംഘടന സർക്കാർ ഇതിന്റെ കീഴിൽ ഉണ്ടാക്കുകയും അതിന് കൈപ്പുസ്തകം ഒക്കെ നൽകുകയും ചെയ്തു. ആ കൈപ്പുസ്തകത്തിന് എന്താ പറയാ, ആശംസ എഴുതിയതാണ്, സന്ദേശം എഴുതിയതാണ്. ഞാൻ വായിച്ചു തരാം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതായത് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സുകളെ നിയന്ത്രിക്കുവാൻ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ തയ്യാറാക്കിയ സംസ്ഥാന മാർഗരേഖയുടെ ഔദ്യോഗിക പ്രകാശന കർമ്മവുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഒരു കൈപ്പുസ്തകം തയ്യാറാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പുസ്തകം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതായത് ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരെ നിയന്ത്രിക്കുന്ന ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പിണറായി വിജയൻ ഒപ്പ്. കണ്ടില്ലേ? അങ്ങനെ ഇപ്പുറത്ത് നമ്മുടെ മന്ത്രി പി തിലോത്തമൻ തുടങ്ങി കുറെ ആളുകൾ അതിന് സന്ദേശം എഴുതിയിട്ടുണ്ട്. ആ ബുക്കത്തെയാണ്. 2021 ഡിസംബർ 28 കേന്ദ്ര സർക്കാർ ഇറക്കിയ വിജ്ഞാപനമാണിത്. ഇത് 2025 ഫെബ്രുവരി 19 നമുക്ക് മുഖ്യമന്ത്രി നേരിട്ട് വന്നുകൊണ്ട് തിരുവനന്തപുരത്ത് കൈകാര്യം ചെയ്തത് വലിയ സ്ഥിതി കുറെ പറയുന്നില്ല. ഇതോടുകൂടി മുമ്പൊക്കെ കരട് വിജ്ഞാപനമായിരുന്നെങ്കിൽ ഇപ്പൊ പരിപൂർണമായിട്ട് നമുക്ക് സപ്പോർട്ട് ആയിക്കൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഇത് ചെയ്ത് തന്നിരിക്കുകയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് മാർഗരേഖ പ്രകാശനം, വെബ് പോർട്ടൽ ഉദ്ഘാടനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്നാടെ തിരുവനന്തപുരത്ത് നടന്നു. നമ്മളൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. കേരളത്തിലെ പ്രമുഖ യൂണിയനൊക്കെ ഇതിന് സപ്പോർട്ടാണ്. 2019-2020 കാലഘട്ടത്തെ കണക്ക് പ്രകാരം വേൾഡ് ഫെഡറേഷൻ ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷന്റെ കണക്ക് പ്രകാരം 170 രാജ്യങ്ങളിലായിട്ട് $150.5 ബില്യൺ ഇൻഡസ്ട്രി ആണെന്നുള്ളതാണ് പറയുന്നത്. ഈ 5 കൊല്ലം മുന്നത്തെ കണക്കിനകത്ത് മനസ്സിലാക്കണം ഈ ഒരു മേഖല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. 2019 $2.47 ബില്യൺ സെയിൽ നടത്തിക്കൊണ്ട് ഇന്ത്യ 15ാം സ്ഥാനത്ത് എത്തി എന്നുള്ളത് മനസ്സിലാക്കും. ഇത് 2019 ആണ്. 6-7 കൊല്ലം കഴിഞ്ഞു. പുതിയതൊക്കെ ഇപ്പോൾ കണക്കൂട്ടുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, കണക്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതൊക്കെ മൊത്തത്തിൽ പറഞ്ഞത് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന സംവിധാനത്തെ കുറിച്ചാണ്. എന്നാൽ ഇനി നമുക്ക് പോകാം. ഒരുപാട് കമ്പനികൾ, 460 കമ്പനികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 461, 62 ഉണ്ട്, കൃത്യമല്ല, സുമാർ. എന്നാൽ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം? ഇത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, വിശ്വസിക്കാൻ പറ്റുന്നതും അല്ലാത്തതുകൊണ്ട്. ഏത് തിരഞ്ഞെടുക്കണം നമുക്കറിയാം. അത് നമുക്ക് തന്ന ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം ആ ഒരു സംഗതി കണ്ടെത്തേണ്ടതുണ്ട്. ചിലപ്പോൾ ചോദിച്ചാൽ കൃത്യമായി കിട്ടിക്കോളുന്നില്ല. നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. 1, ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് അതുണ്ടോ എന്ന് നോക്കാം. പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ആ സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം ഒന്നും അല്ലാതെ ഇപ്പോൾ നിലനിൽക്കൂല. രണ്ടാമത്തേത്, പ്രൊഡക്റ്റ് മാത്രം പോരാ, പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ്, വിജയികളായ ആളുകളുടെ ധാരാളം വിജയിച്ച ആളുകൾ ഉണ്ടോ എന്നുള്ള സ്ഥിതി, അവരുടെ റെക്കോർഡ് കൂടുതലുണ്ടോ നോക്കാം. ചെയ്യാൻ എളുപ്പമാണോ നോക്കാം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ പഠിപ്പിക്കാൻ സൗകര്യങ്ങളുണ്ടോ, അതിന് സിസ്റ്റം വർക്ക് ഉണ്ടോ, എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത്. സ്ട്രോങ് മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ്, നല്ല ലീഡേഴ്സ് മാനേജ്മെന്റ് ഉണ്ടോ എന്നുള്ളതും.
അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ ആണോ? ഈ 6 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ചിലത് പ്ലാനിലെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിക്കാരം, പക്ഷെ പ്ലാൻ മോശമായിക്കാരം. ചില ലീഡേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും, പക്ഷെ ഒന്നോ രണ്ടോ ലീഡേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു അവസ്ഥ പല കോലത്തിലാണ് പല കമ്പനികളും. അപ്പൊ നമുക്ക് ഇവിടെ ഇതൊക്കെ ഈ 6 കാര്യങ്ങൾ ഉൾപ്പെട്ട ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ ഒരു പ്രസ്ഥാനം. ഇത് ഓൾ ഓവർ ഇന്ത്യയിൽ മേജർ സിറ്റികളിലൊക്കെ ഏകദേശം 800ഓളം ഷോപ്പുകൾ കമ്പനി നമുക്കുണ്ട്. മാത്രമല്ല നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ ഇന്ത്യ ഷോപ്പ് എന്ന ഒരു സംവിധാനവും ഓൺലൈനിലൂടെ വാങ്ങാൻ ഒരു സംവിധാനം നമുക്ക് കമ്പനി ചെയ്തു തന്നിട്ടുണ്ട്. ഇതൊക്കെ അധികവും അകത്തേക്ക് കഴിക്കാൻ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ ഇതിന് നമുക്ക് മുന്നിൽ ലഭ്യമാണ്. മാത്രമല്ല ഈ കേന്ദ്ര സർക്കാരിന്റെ തന്നെ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ആയുഷ് സർട്ടിഫിക്കേഷൻസും, ആയുഷ് എന്ന് പറയുമ്പോൾ ആയുർവേദ, യോഗ, യൂനാനി, സിദ്ധ, ഹോമിയോ ആൻഡ് നാച്ചുറോപ്പതി, ഇതൊക്കെ പാടെ കൂടിയിട്ടുള്ള ഇംഗ്ലീഷ് മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ എല്ലാവരും പാടെ ഒരു കുടക്കീഴിലാക്കിയിട്ടുള്ള സിസ്റ്റമാണ് ആയുഷ്. അതിന്റെ സർട്ടിഫിക്കേഷനുള്ള 27 പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ FSSAI സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ സാധാരണഗതി നമ്മളെ ബെന്ന് ബ്രെഡ് പോലത്തെ സാധനത്തിനൊക്കെ ഉണ്ടാകുന്ന സർട്ടിഫിക്കേഷൻസുകളാണ്. ഒറാക്ക് സർട്ടിഫിക്കേഷൻസ് തുടങ്ങി ഓരോ പ്രൊഡക്റ്റുകൾക്കും ഒന്നിലധികം സർട്ടിഫിക്കേഷൻസ് ഉണ്ടെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. കൂടാതെ ജനിതക മാറ്റം വരുത്തിയ ജനിതക മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങളൊന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കേഷൻ, പരിപൂർണമായും സേഫ് ആണെന്ന് സർക്കാർ അറിയിക്കുന്ന മറ്റൊരു സർട്ടിഫിക്കേഷൻ, ക്ലിനിക്കലി ടെസ്റ്റ് നടത്തിയ സർട്ടിഫിക്കേഷൻ, നാച്ചുറൽ ആണ് തെളിയിക്കുന്ന ഫുൾ വെജിറ്റബിൾ ആണ് തെളിയിക്കുന്ന സർട്ടിഫിക്കേഷൻ, നാച്ചുറൽ ആണ് തെളിയിക്കുന്ന മറ്റൊരു സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തുള്ള അലിസിൻ ഉൾപ്പെട്ട ഉൽപ്പന്നമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കേഷൻ, GMP അതായത് ഉണ്ടാക്കുന്ന ഫാക്ടറികൾക്കൊക്കെ ഉള്ള സർട്ടിഫിക്കേഷൻ ആണ്, MHRA സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്തിന്റെ. പിന്നെ അതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ സാധാരണ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന് പുറത്തുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഇതിലുള്ളത് മനസ്സിലാക്കേണ്ടത്. ആയുഷിന്റെ മറ്റു സർട്ടിഫിക്കേഷൻ തുടങ്ങി ഒരുപാട് സംഗതികൾ ഈ ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കേഷൻ റെഡിയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇതിലില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉള്ള ഭക്ഷണ വസ്തുക്കളാണ് നമ്മുടെ ഉൽപ്പന്നം തെളിയിക്കുന്ന ഒരുപാട് സർട്ടിഫിക്കേഷൻസ് നമുക്ക് മുന്നിലുണ്ട്. കൂടാതെ 40-48 വർഷത്തിലധികം ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡാബർ, റാൻബാക്സ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള നല്ല പ്രഗത്ഭരായ ഒരുപാട് ലീഡേഴ്സ്, പ്രത്യേകിച്ച് ഡോക്ടർ DB അനന്തനാരായണ പോലെയുള്ള ബഹുമാനപ്പെട്ട ഒരുപാട് ലീഡേഴ്സ് അല്ല സയന്റിസ്റ്റിന്റെ മേൽനോട്ടത്തിലാണ് ഈ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് നിർമ്മിച്ചു തരുന്നത്. ഇവിടെ കാര്യമായിട്ട് വെൽനെസ് പ്രൊഡക്റ്റ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് മരുന്നുകളല്ല, രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന ആയുർവേദ സിസ്റ്റം അല്ല ഇത്. രോഗം വരാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് മുൻകൂർ കഴിക്കേണ്ട കുറച്ച് ഉൽപ്പന്നങ്ങളാണ്. ഉദാഹരണം പറയാം, നമ്മൾ കർക്കിടകം വരുമ്പോൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കും. എന്തെങ്കിലും അപകടം പറ്റിയിട്ട് രോഗം വന്ന് പനി വന്നിട്ടല്ലോ കഞ്ഞി കുടിക്കാൻ, മുന്നുണ്ടാക്കി കുടിക്കൂലേ എന്നതുപോലെ ഒരു മുൻകൂർ കഴിക്കേണ്ട ഉൽപ്പന്നമാണ് വെൽനെസ്സുകൾ. ദി ഗ്രേറ്റ് വെൽത്ത് ഈസ് യുവർ ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത് എന്നൊരു സന്ദേശത്തോടു കൂടെ ഇവിടെ കമ്പനി ഈ 6 വിഭാഗങ്ങളായിട്ടാണ് നമുക്ക് കൈകാര്യം ചെയ്തിരുന്നത്. എലമെന്റ്സ്, കോണാനോണ്, ആഹാർ, MI ഹോം, ന്യൂ സ്റ്റാർ, ഇന്ത്യാഗ്രോ. ഇതിൽ എലമെന്റ്സ് വിഭാഗത്തിനെ കുറിച്ച് കൂടുതൽ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ എലമെന്റ്സ് 2019, 2022, 2024 ബെസ്റ്റ് ഹെൽത്ത് കെയറിന്റെ അവാർഡ് ലഭിച്ച കമ്പനിയാണ്. നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്, കൂടുതൽ വിറ്റുവരവുണ്ടായതുകൊണ്ടാണ്, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തത് കൊണ്ടാണ്, കണ്ടമർ റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ചെയ്യാം. അപ്പോൾ 2019, 22, 24 നമുക്ക് അതിന്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എലമെന്റ്സ് വിഭാഗത്തെ കുറിച്ച് കൂടുതൽ എടുത്ത് പറയേണ്ടതുണ്ടെന്നല്ല, കൂടുതൽ വിശദീകരിക്കുന്ന സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റിലേക്ക് കടക്കാം. അപ്പൊ ഇത് കാര്യമായിട്ട് അകത്തേക്ക് കഴിക്കുന്ന ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞു. കുറെ ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം എന്നതിലേക്ക് തെളിയിക്കുന്നതാണ് അതൊക്കെ. അപ്പൊ എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ? ഒന്ന് ലിവർ സംരക്ഷണത്തിന്, ഗ്യാസ്, പുണ്ണ്, അസിഡിറ്റി, മഞ്ഞപ്പിത്തം, ഹൈപ്പറ്റൈറ്റിസ് B and E അല്ലെ, പൊതുവെയുള്ള ക്ഷീണം, അലസത, അമിതമായ ഉറക്കം തുടങ്ങിയ ഒരുപാട് വയറ് സംബന്ധമായ പ്രശ്നത്തിലുള്ള ഉൽപ്പന്നമാണ്. വയറ് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണ്, നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് വയറ് ശരിയായാൽ എല്ലാം ശരിയായി എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് എന്താണ്, അമിതമായ ഭാരം നമ്മൾ വയറ്റിലേക്ക് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മളെ വലിയ ദഹന പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അപ്പൊ നമ്മൾ വയറിന് വേണ്ടി നമ്മൾ ഒന്ന് പരിശ്രമിക്കേണ്ടതുണ്ട്, അതിന് പരിഗണിക്കേണ്ടതുണ്ട്. അതിന് ലിബാഗൈൻ എന്ന ടോണിക്കാണ് കൊടുക്കേണ്ടത്. ഓരോന്ന് വിശദീകരിച്ച് പറയുമ്പോൾ ഒരുപാട് സമയം പോകും, ചുരുക്കി പറയാം. രണ്ടാമതായിട്ട് കഫ്നിൽ
കഫം എളുപ്പത്തിൽ പുറന്തള്ളാനും ചുമയിൽ നിന്നും ആശ്വാസം ലഭിക്കാനും സഹായിക്കുന്ന ഉൽപ്പന്നം. കഫക്കെട്ട്, അലർജി സംബന്ധമായ ചുമക്കും ടോൺസിലൈറ്റിസ് അവസ്ഥക്കും ഗുണം ചെയ്യുന്നു. പ്രമേഹക്കാരുടെ ചുമക്ക് ഫലം ചെയ്യും. കാരണം ഇതില് പിന്നെ മധുരം ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ പ്രമേഹക്കാർക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. നല്ല റിസൾട്ടുള്ള ഉൽപ്പന്നമാണ്. വുമൻ കമ്പാനിയൻ. ആർത്തവ ദിവസങ്ങളിലെ പ്രയാസങ്ങൾക്കും അമിതാർത്തവും അല്പാർത്തവും ആ സമയത്തെ വേദന, PCOD പ്രശ്നങ്ങൾക്കും പരിഹാരം. മക്കളുണ്ടാകാൻ താമസമുള്ള അബോർഷൻ ആകുന്ന ലേഡീസിനൊക്കെ നല്ല ഫലം ചെയ്യുന്ന ഉൽപ്പന്നമാണ്. ആർത്തവ സമയത്തെ വേദനക്കും അതുപോലെ തന്നെ യൂട്രസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും ആ സമയത്ത് ദേഷ്യം കൂടുതലേക്ക്, കാരണം ശരീരവേദന ഉണ്ടാവും, ശരീരത്തിൽ ഭാരം ഉണ്ടാവും, ഉറക്കക്കമ്മി ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നത് കാണാം. അപ്പൊ അത്തരം അവസ്ഥക്കൊക്കെ ഈ ഒരു വുമൻ കമ്പാനിയൻ നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് മറ്റൊരു ഉൽപ്പന്നം മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ. എന്നൊരു നല്ലൊരു ദിവ്യൌഷധം, ഒരു ഔഷധം എന്ന് പറയുന്നത് ദിവ്യൌഷധം എന്ന് പറയുന്നത്. കാരണം ഇതിനെ സംബന്ധിച്ച് ഒരുപാട് രോഗങ്ങളെ തടുത്തു നിർത്താൻ സഹായിക്കുന്ന ഉൽപ്പന്നമാണ്. രക്തശുദ്ധിയാണല്ലോ കാരണം, രക്തശുദ്ധി ഇല്ലായ്മയാണ് കാരണം. രക്തശുദ്ധി നൽകുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് നമ്മുടെ രക്തത്തിലെ മാലിന്യം കാരണം വരുന്ന പഴക്കുന്ന ചൊറികള്, കുരുക്കള്, മുഖക്കുരു, ചുണങ്ങ്, കടുത്ത പാടുകൾ, ചർമ്മരോഗങ്ങൾ, സോറിയാസിസ്, ഒരുപാട്. അതേപോലെ നമ്മുടെ ഇതില്ലേ പിന്നെ രക്തം പിന്നെ വെരിക്കോസ് വെയിനൊക്കെ രക്തശുദ്ധി ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന അതൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഉൽപ്പന്നമാണ്. പിന്നെ മുറിവ്, തീപ്പൊള്ളൽ എന്നിവക്ക് വൂണ്ട് ഹീലിംഗ് ക്രീം, പേശിവേദന, സന്ധിവേദന തുടങ്ങിയ തലവേദന പോലത്തിന് പിന്നെ പുറമെ പുരട്ടാൻ നോവേദന ജെല്ല്, അതുപോലെ തന്നെ മാൻശക്തിമാൻ പുരുഷ വന്ധ്യതാ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മാനസിക സമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയവ കൊണ്ടുള്ള ഉന്മേഷക്കുറവിനെ മാറ്റി കൂടുതൽ ആനന്ദപ്രദമായ ജീവിതത്തിന് ഉത്തമമായ ഒരു ഉൽപ്പന്നമാണ് മാൻശക്തിമാൻ. ഒരുപാട് പേർക്ക് സന്താനമായ സന്തോഷം നമുക്ക് പറയാനുണ്ട്. നമുക്കറിയാം, മാത്രമല്ല ഈ ഒരു കമ്പനിയോട് കൂടെ ഈ കമ്പനി വന്നതിന് ശേഷം ആയിരക്കണക്കിന് ആളുകൾക്ക് സന്താന സൗഭാഗ്യം ലഭിച്ചത് ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിലും മറ്റും കാണാം. ഒരുപാട് മാത്രമല്ല പിന്നെ എനിക്ക് തന്നെ 7 പേർക്ക് മക്കളായ സന്തോഷം എടുത്തു പറയട്ടെ. അടുത്തത് ഫൈസ്റ്റസ്. മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കുന്നു. ഒരിക്കലും മാനസിക രോഗത്തിനുള്ള ഗുളികയല്ലത്, അത് മനസ്സിലാക്കരുത്. അങ്ങനെ ഉത്കണ്ഠ, മനക്ലേശം, ഉറക്കമില്ലായ്മ, മാനസിക ഊർജ്ജമില്ലായ്മ എന്നിവക്ക് അത്യുത്തമം. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ അംകുരം, അശ്വഗന്ധയാണ് കാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരീരത്തിനും മനസ്സിനും നല്ല കുളിർമ നൽകുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ ഫൈസ്റ്റസ്. പിന്നെ ഇമ്മ്യൂണിറ്റി പ്ലസ്. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, വയറ് നന്നായാലും എല്ലാം നന്നായി. ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, പൊളിച്ച് തികട്ടൽ, ദഹനക്കുറവ്, ചെറിയ ചെറിയ വയറുവേദനകൾ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉത്തമമാണ് ഈ ഒരു ഉൽപ്പന്നം ഇമ്മ്യൂണിറ്റി. ഇത് സ്ഥിരമായി കഴിക്കുമ്പോൾ ത്വക്കിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പ്രതിരോധം കൂട്ടാനും കാഴ്ചശക്തി കൂട്ടാനൊക്കെ ഉപയോഗപ്പെടുന്നുണ്ട് ഉൽപ്പന്നം. നെല്ലിക്ക പ്രധാന ചേരുവയാണ്. നെല്ലിക്ക, താന്നിക്ക, കടുക്ക, ഇരട്ടിമധുരം, ഇതാണ് ഇതിലുള്ള ചേരുവകൾ. പിന്നെ അടുത്തത് നോവേദന ക്യാപ്സൂളാണ്. അസ്ഥികളുടെ ബലക്ഷയം കുറച്ച് ഉറപ്പും ബലവും നൽകി സംരക്ഷിക്കുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ നോവേദന ക്യാപ്സൂള്. വാദസംബന്ധമായ വേദനയ്ക്ക്, അതുപോലെ തന്നെ വീക്കം, നീര് ഒക്കെ തുടങ്ങി തഴുതാമയാണ് പ്രധാന ചേരുവ. അതുകൊണ്ട് തന്നെ നീരൊക്കെ നല്ലോണം പോകും. പിന്നെ മാത്രമല്ല നമുക്ക് ആമവാദം പോലെയുള്ള വലിയ പ്രയാസപ്പെടുന്ന രോഗത്തിന് നല്ല റിസൾട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ നോവേദന ക്യാപ്സൂൾ. അതുപോലെ തന്നെ വെൽഹാർട്ട്, ഹാർട്ടുള്ള എല്ലാവരും കഴിക്കണം എന്നാ പറയാം. ഹൃദയാരോഗ്യത്തിനുള്ളതാ. ചീത്ത കൊളസ്ട്രോളും തടസ്സങ്ങളും ഒഴിവാക്കി സൂക്ഷ്മ രക്തപ്രവാഹം എളുപ്പമാക്കുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് നമ്മുടെ വെൽഹാർട്ട്. ഏതൊരാളും കഴിച്ചിരിക്കേണ്ടതല്ല. മാത്രമല്ല കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് പേര് ചെറിയ പ്രായക്കാരാണ് പിന്നെ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അറ്റാക്ക് പോലെയുള്ള. അപ്പൊ ഒരു പരിധി വരെ തടുത്ത് നിർത്താൻ നമുക്ക് ഈ വെൽഹാർട്ട് സാധിക്കുന്നു. ഇപ്പൊ അതുപോലെ തന്നെ ആയുഹീല്, കാലുവിളിച്ച്, പ്രോനാസിക, മൂക്കരദശ, മൂക്കളപ്പ് പോലത്തെ വിഷയത്തിന്, എനർജി, കണ്ണിന്റെ ആരോഗ്യത്തിന്, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, ചുമ, അലർജി പോലെയുള്ള വിഷയത്തിനൊക്കെ നല്ല റിസൾട്ട് നൽകുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ ആയുശ്വാസ്. ഇനി കുറച്ച് ഇവിടെ ഞാൻ 1 മിനിറ്റ് പറയേണ്ടതുണ്ട്. അതായത് ഞാനൊരു പേഷ്യന്റിനെ നിന്ന് പരിചയപ്പെടുത്താം, പേര് പറയുന്നില്ല. ആ പേഷ്യന്റിന്റെ പിന്നിൽ എഴുതിയിട്ടുണ്ട് 6 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നിടത്ത് വെക്കരുത്, ലഭിക്കുന്ന രൂപത്തിൽ വെക്കരുത്. 2 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുത്, ഡോക്ടറോട് ചോദിക്കാതെ. പൊതുവെ ചെറിയ കുട്ടികൾക്ക് മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ തേക്കാൻ അവസരം കൊടുക്കുക. ഒരു പയറുമണികൾ ഉപയോഗിക്കാവൂ. വിഴുങ്ങരുത്. അമിതമായി അകത്ത് ചെന്നാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ വിഷനിർമ്മാർജ്ജന കേന്ദ്രത്തിലോ വിവരം അറിയിക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചില പേഷ്യന്റിന്റെ ബാക്കിലൊക്കെ എഴുതി വെച്ചതാണ്. കുടിയിൽ അങ്ങനെ മറ്റു പേഷ്യന്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ പേഷ്യന്റിന്റെ പേര് അടിച്ചിട്ട് നെറ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് അതിന്റെ ബാക്ക് കവർ കിട്ടും, അതിൽ നമുക്ക് നോക്കാൻ പറ്റും. എന്നാൽ ഇവിടെ യാതൊരു വിധ വാണിങ്ങോ ഒന്നുമില്ലാത്ത, ഒരല്പം അകത്തേക്ക് ഇറങ്ങിയാൽ പോലും കുഴപ്പമില്ലാത്ത, ഇറക്കാനുള്ളത് നല്ലത്, ഇറക്കി കഴിഞ്ഞാൽ പോലും കുഴപ്പമില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ
ഓണാനുള്ളിന്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ്. അതുപോലെ മറ്റൊന്നാണ് ജെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക് ഫ്രഷ് ക്യൂ ഗാർഡ്, അതുപോലെ തന്നെ റെഡ് പിന്നെ ഹെർബൽ പേസ്റ്റ്. ഇത് പല്ലിന്റെ അടിയിൽ ഇത്തിരി പോലെ അടിഞ്ഞു കൂടുന്ന സാധനം ഉണ്ടല്ലോ പല്ലിന്റെ അടി, അതൊക്കെ പറഞ്ഞിങ്ങനെ പോകണമാണ് ഈ പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ. അങ്ങനെ സംഗതി. ഇത് അടുത്ത് പിന്നെ പ്രോട്ടീൻ പൗഡർ ആരാ കഴിക്കുക? ജിമ്മിൽ പോകണമല്ലോ കഴിക്കുക. എന്നാൽ അതല്ല, ജിമ്മിൽ പോകണമൊക്കെയുള്ളതല്ല പ്രോട്ടീൻ പൗഡർ. എല്ലാ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചല്ല ഇതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇത് ശരീരത്തിന്റെ ആരോഗ്യത്തിനുള്ളതാണ്. പൊതുവെ ബ്രഹ്മയുണ്ട് ഇതിൽ, നെല്ലിക്കുണ്ട് ഇതിൽ. സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനും സ്റ്റാമിന കൂട്ടാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ ഉള്ളതാണ്. കുട്ടിയുടെ എല്ല് ബലത്തിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ വളർച്ചക്കുറവിന് പറ്റും. ഇത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലത്. അരിയിൽ പിന്നെ അപ്പത്തിൽ ചേർത്ത് കൊടുക്കാം, ചപ്പാത്തിയിൽ ചേർത്ത് കൊടുക്കാം, കഞ്ഞിയിൽ ഒഴിച്ചു കൊടുക്കാം, പായസത്തിൽ കൊടുക്കാം, ചായയിൽ കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം, അകത്ത് ചെന്നാൽ മതി. അപ്പൊ ചുരുക്കി പറയാം, നല്ല റിസൾട്ടുള്ള ഉൽപ്പന്നമാണ് ഈ ഒരു പിന്നെ പ്രോട്ടീൻ പൗഡർ. പിന്നെ വെയിറ്റ് മാനേജിന് വേണ്ടിയുള്ള നമ്മുടെ മോറോ ഓറഞ്ചാണ് ഇതിൽ പ്രധാന ചേരുവ. അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടുള്ള ഉൽപ്പന്നമാണ്. വയറിന്റെ അടിയിലൊരു കട്ടിപ്പ് ഒക്കെ പോയി 3-4 മാസം ഉപയോഗം കൊണ്ടാണ് നല്ല റിസൾട്ട് ലഭിക്കുള്ളൂ. പിന്നെ അടുത്തതാ നമ്മുടെ 95. നമ്മളെല്ലാവരും വളരെ ഇഷ്ടത്തോടുകൂടെ നോക്കിക്കാണുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ 95. 9 ലക്ഷം ഒരാൾക്ക് പോലെയുള്ള ഉൽപ്പന്നമാണ്. നല്ല ആന്റി ഓക്സിഡന്റ് ധാരാളമുള്ള ഉൽപ്പന്നമാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഉൽപ്പന്നമാണ്. നിലവിൽ ഉമ്മ വീട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഉൽപ്പന്നം. പിന്നെ സ്ട്രോക്ക് വന്ന ആളുകൾക്ക്, പാർക്കിൻസൺസ് വന്ന ആളുകൾക്ക് ഈ ഒരു ഉൽപ്പന്നം വലിയ ഫലം ചെയ്യുന്നു. കൂടുതൽ പരത്തി പോകുന്നില്ല. പിന്നെ ഷുഗർ മാനേജിങ്ങിനോട് വേണ്ടിയുള്ള ഡയാബ ലൈഫ് വെളുത്തുള്ളിയാണ് പ്രധാന ചേരുവ. വെളുത്തുള്ളി മാത്രമൊന്നുമല്ല, ഒരുപാട് സംഗതി ഉണ്ട് കേട്ടോ. പ്രധാന ചേരുവ പറഞ്ഞിരുന്നല്ലോ, ചിറ്റാമൃതം അതിലൊക്കെ ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് കവചപ്രാശ് എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് ഒരു കവചം, ശരീരത്തെ മറ്റുള്ള പിന്നെ ഒരു അക്രമങ്ങൾ പുറത്തുനിന്ന് വരുന്നതിനെ തടുക്കുന്ന ഒരു കവചം ഉണ്ടല്ലോ. എന്നതുപോലെ നമ്മുടെ രോഗാണുക്കളും മറ്റും വരുമ്പോൾ തടുത്തു നിർത്താനുള്ള പ്രതിരോധം ലഭിക്കുന്ന നല്ലൊരു കവചം തന്നെയാണ് നമ്മുടെ ഉൽപ്പന്നം. ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന ബേബി ടു ബാബ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഒരു ആയുഷ് ഡിപ്പാർട്ട്മെന്റിൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരേ ഒരു ലേഹം ഈ കവചപ്രാശം മാത്രമേ ഉള്ളൂ. ഏത് പ്രായക്കാർക്കും കഴിക്കാം. നല്ല ഉന്മേഷം ലഭിക്കുന്ന ഉൽപ്പന്നമാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനികൾ ഉണ്ടാവില്ല. സ്റ്റാമിന കൂട്ടുന്നു, പ്രതിരോധം കൂട്ടുന്നു. കുറെ അതിനെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ ഒരുപാടുണ്ട്. ഫേസ് വാഷ്, ഫേസ് ക്രീം, അതുപോലെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പിന് പോകാനുള്ളത്, താരനുള്ള ഷാമ്പു, നോർമലായിട്ട് ഉപയോഗിക്കാനുള്ള ഷാമ്പു, ഡേ കെയർ, അതുപോലെ ഡേ കെയർ അല്ല, ഡേ പ്രൊട്ടക്ഷൻ ക്രീം, നൈറ്റ് പ്രൊട്ടക്ഷൻ ക്രീം, അതുപോലെ തന്നെ പിന്നെ പിന്നെ വില കുറഞ്ഞ ഐറ്റംസ് പെട്ട ഫേസ് ക്രീമുകൾ, ടൂത്ത് പേസ്റ്റ് വെറും 75 രൂപക്ക് വിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 54-56 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന തുളസി മിന്റ് പേസ്റ്റ് ഉണ്ട്. 300 ഗ്രാം പൗഡറിന് നമുക്ക് 140 രൂപ വരുള്ളൂ. ചൂട് കുരുവിനും കൂടി പറ്റുന്ന നല്ല പൗഡറാണ്. അത്യാവശ്യം സ്മെല്ലും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പിന്നെ 6 ഐറ്റം സോപ്പുകൾ ഉണ്ട് നമുക്ക് നോർമലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളത്. ഇതിൽ ആദ്യം കാണുന്ന ജാസ്മിൻ ആൽമണ്ട് സോപ്പും, അതുപോലെ തന്നെ ലൈം അലോവേര സോപ്പും മോയ്സ്ചറൈസ് സോപ്പാണ്. മോയ്സ്ചറൈസ് സോപ്പിൽ നമുക്ക് 100 രൂപ താഴെ മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമാണെന്ന് മനസ്സിലാക്കണം. വെറും 34-36 രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാ വീട്ടിലും ഇത് ഉപയോഗിക്കണം എന്നതാണ് പറയാനുള്ളത്. പിന്നെ ഹോം ഐറ്റംസുകൾ, ടോയ്ലറ്റ് ക്ലീനർ, അതുപോലെ തന്നെ പാത്രം കഴുകാനുള്ളത്, പിന്നെ അത് തുണി കഴുകാനുള്ളത്, അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനർ, ഗ്ലാസ് ക്ലീനർ തുടങ്ങിയ ഒരുപാട് സംഗതികൾ. കോയൽ കിണറിലെ വെള്ളത്തിന്റെ ഉപയോഗം കാരണം ടോയ്ലറ്റൊക്കെ കറുത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ആ കറുപ്പും കൂടി ഇല്ലാതാക്കുന്ന യാതൊരു കെമിക്കലും, കാര്യമായ കെമിക്കൽ ഇല്ലാന്നല്ല, നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ ഈ ഒരു ടോയ്ലറ്റ് ക്ലീനർ. പിന്നെ നമുക്ക് ടീ ലൈറ്റ്, ചായപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് കാശ്മീരി കാവ, മസാല കാവ, ആഹാര ഐറ്റംസ് പെട്ട 2-3 ഐറ്റംസുകൾ. പിന്നെ കൃഷിയിലൊക്കെ നമുക്ക് അകത്തേക്ക് കഴിക്കുന്ന സാധനം നന്നാക്കിയാൽ മാത്രം പോരല്ലോ. ഭക്ഷണം പിന്നെ ഉണ്ടാക്കി പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്നതൊക്കെ നമുക്ക് വിഷമുള്ളതല്ലേ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വിഷം ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, അത് ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് അടുക്കളത്തോട്ടമാണെങ്കിലും നല്ല കൃഷിയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ കൃഷികൾ, കീടനാശിനികൾ പോലത്തെ ഒരുപാട് സംഗതികൾ നമുക്ക് ഇന്ത്യ ഗ്രൗണ്ടിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി എഡ്യൂക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇതിനു വേണ്ടി നമുക്ക് MIDG വേൾഡ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമും, അതുപോലെ തന്നെ ഹാർവസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഓഫ്ലൈൻ സിസ്റ്റം ഉണ്ട്. അതിൽ 100ഓളം വരുന്ന ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ ട്രെയിനേഴ്സിനെ വെച്ചുകൊണ്ടാണ് കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നത്. അത് നമുക്ക് കേരളത്തിലേക്കുള്ളത് നമ്മുടെ ഡോക്ടർ അഞ്ജിത എന്നുള്ള ഈ മാഡമാണ് നമുക്ക് ഉള്ളത്. ഇങ്ങനെയൊക്കെയാണ് അതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നിർത്താം.
ഒരുപാട് കാര്യം കമ്പനിയെ കുറിച്ച് പറഞ്ഞു, പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇത് എന്താണ് സംഭവം, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളതാ, നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ലഭിക്കുക, എന്താണ് നാം ചെയ്യേണ്ടത്, തുടക്കം സ്റ്റാർട്ടിങ് എങ്ങനെ, ഇത് എങ്ങനെ കിട്ടും എന്ന് അറിയില്ല ആർക്കും. അപ്പൊ നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരാള്, അവരോട് ബന്ധപ്പെട്ടിട്ട് ഒരു ഐഡി എടുക്കുക. ഐഡി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തോ എഴുതി കൊടുക്കുന്ന മാതിരി തോന്നിപ്പോകും. രജിസ്ട്രേഷൻ ചെയ്യുക, പേരും അഡ്രസ്സും കൊടുക്കുക. ഒരു പേരും അഡ്രസ്സും കൊടുത്ത് ഒരു 10 ഐഡി നമ്പർ നിങ്ങൾക്ക് കമ്പനി തരും. ആ 10 ഐഡി നമ്പർ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസുകൾ 120 ചില്ലാനും സാധനങ്ങൾ നമുക്ക് കയ്യിലുണ്ട്. ഈ സാധനങ്ങളിൽ ഏതാ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ആസ് പെർ യുവർ ചോയ്സ്, കമ്പനി പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നിങ്ങൾ വാങ്ങുക. ശേഷം യൂസ് ദി പ്രൊഡക്റ്റ് ആൻഡ് റെക്കമെൻഡ് പ്രൊഡക്റ്റ് ടു അതേഴ്സ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് മറ്റുള്ളവർക്ക് ഇത് പാസ് ചെയ്യുക താല്പര്യപ്പെട്ടാൽ. 3 പ്രോസസ്സിങ് മാത്രമേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ പേര് കൊടുക്കുക. 2, നിങ്ങൾ ആ പേര് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡി നമ്പർ തരും. ആ ഐഡി നമ്പർ വെച്ചിട്ട് നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്രകാരം. ശേഷം നിങ്ങൾ അത് ഉപയോഗിച്ച് നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയുക. ഈ താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയുക, അവിടെയാണ് നമുക്ക് പിടുത്തം പോയിക്കൊള്ളു. അതായത് അങ്ങനെ മറ്റുള്ളവരോട് പറയുമ്പോൾ 9 ബെനിഫിറ്റ്സ് നമുക്ക് കമ്പനി തരും. ഇപ്പൊ 10ാമത്തെ ഒന്നുണ്ട്, ഇപ്പൊ TDF എന്ന് പറഞ്ഞിട്ട്, അത് ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ 10 ഐറ്റം ബെനിഫിറ്റ് ആണ് നമുക്ക് കമ്പനി നൽകുന്നത്. അത് ഒന്നാമത്തെ പേഴ്സണൽ ഡിസ്കൗണ്ട് ആണ്, 2 റീറ്റെയിൽ ഇൻകം ആണ്, 3 സെയിൽസ് ടേൺ ഓവർ ബോണസ് ആണ്. മറ്റുള്ളതൊക്കെ മാസം റാങ്ക് ഇൻകം, പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ഇൻകം, റോയൽറ്റി, പിന്നെ ഫോറിൻ ട്രിപ്പുകൾ, നോമിനേഷൻ ഫെസിലിറ്റി എടുത്ത് ലാസ്റ്റ് പറയുന്നുണ്ട്. ഇൻഷുറൻസിന്റെ പിന്നെ ഫ്രീ ഇൻഷുറൻസ് ഒക്കെ കമ്പനി നൽകുന്നുണ്ട്. വിശദീകരിക്കാം. ഒന്ന്, പേഴ്സണൽ ഡിസ്കൗണ്ട്. ഇവിടെ പറയുമ്പോൾ സാധാരണ നമ്മൾ ഒരു പേസ്റ്റ് അല്ലെങ്കിൽ ഒരു സോപ്പ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ 35 രൂപയാണെങ്കിൽ അത് ഹോൾസെയിൽ കടയിൽ പോയാലും ആ 35 കൊടുക്കണം. എന്നാൽ അവിടുന്ന് ഒരു 10 പീസ് അല്ലെങ്കിൽ 6 പീസ് ഡസൻ കണക്കിനാണ് അവിടുന്ന് വാങ്ങേണ്ടത്. 6, 12 ഇങ്ങനെയൊക്കെ ഡസൻ പേരിൽ എടുക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഒരു 6 രൂപ 5 രൂപ ഒക്കെ കുറച്ച് കിട്ടും ഹോൾസെയിലായിട്ട്. ഒറ്റ പീസ് എടുത്താൽ നമുക്ക് അവിടുന്ന് പീടി കൊടുക്കണം, അതേ വില കൊടുക്കേണ്ടി വരും. എന്നാൽ ഇവിടെ കൺസ്യൂമർ ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും സ്വന്തം ഉപയോഗിക്കാൻ ഒന്ന് വാങ്ങുകയാണെങ്കിലും വിൽക്കാൻ വേണ്ടി കുറെ വാങ്ങുകയാണെങ്കിലും നമുക്ക് കമ്പനിയിൽ ഒരേ റേറ്റാണ്. കമ്പനി നിശ്ചയിച്ച ഒരു വില ഉണ്ടാവും, ആ വിലക്ക് നമുക്ക് തരും. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത്, അപ്പൊ ഈ ഐഡി നിലനിൽക്കുന്ന കാലത്തോളം നമുക്കത് വാങ്ങി ഉപയോഗിക്കാം. അതാണ് റീറ്റെയിൽ പക്ഷത്തെ പിന്നെ ഇത് പേഴ്സണൽ ഡിസ്കൗണ്ട്. അതാണ് രണ്ടാമത്തത് റീറ്റെയിൽ പ്രോഫിറ്റ്. അതെന്താ സംഭവം? അതിന് മുകളിൽ എഴുതിയിട്ടൊരു വില ഉണ്ടാവും, MRP എന്ന് പറയും. ആ വിലക്ക് വിൽക്കുക. അപ്പൊ നമ്മൾ വാങ്ങിയ വിലന്റെ ശേഷം നമ്മൾ ഡീലിൽ ആ സംഖ്യ ഉണ്ടാകും, നമുക്ക് ലാഭമായിട്ട് എടുക്കാം. ഉദാഹരണം പറയാം, നമ്മളെ പേസ്റ്റ് 132 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് 172 രൂപക്ക് വിൽക്കുമ്പോൾ 40 രൂപ നമുക്ക് ലാഭമല്ലേ? അത് നമ്മളെ റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. അതുപോലെ ലേബ് വിൽക്കുമ്പോൾ 428 ലാഭമുണ്ട്. ഒരു 95 വിറ്റ 635 രൂപ ലാഭമുണ്ട്. കവചപ്രാവശ്യം വിറ്റ 380 ലാഭമുണ്ട്. അതാണ് സംഗതി. മറ്റുള്ളവർക്ക് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ 16 പോകുമ്പോൾ അത് 2 പിന്നെ കവചപ്രാവശ്യം വിൽക്കാൻ കഴിഞ്ഞാൽ ഇനി 300 കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 600 രൂപ കിട്ടൂലേ? അങ്ങനെ അത് റീറ്റെയിൽ. മൂന്നാമതായിട്ട് ഒരു സംഗതി ഉണ്ട്, സെയിൽസ് ടേൺ ഓവർ ബോണസ്. ഇതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ ഒരു സംഗതി ഒന്ന് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു BV സിസ്റ്റത്തിലാണ് ഇവിടെ നടക്കുന്നത്. BV എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ 75% ചെലവിനും 35% ചെലവിനും നമുക്ക് കമ്പനി നിശ്ചയിക്കുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞുതരാം. അതായത് MI DigiWorld, ഇന്ത്യ ആഗ്രോ, എലമെന്റ്സ്, ഓണാനോട്, ഈ 4 ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ 75% നമുക്ക് കമ്പനി രേഖപ്പെടുത്തും. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, 100 രൂപക്ക് സാധനം വാങ്ങുമ്പോൾ 75 പോയിന്റ്, അങ്ങനെ പറഞ്ഞാൽ വേഗം മനസ്സിലാവുമല്ലോ. അപ്പൊ 75% കമ്പനി അവിടെ രേഖപ്പെടുത്തും. 1000-നാണെങ്കിൽ 750, 10,000-നാണെങ്കിൽ 7,500 ഇങ്ങനെ. എന്നാൽ ന്യൂ സ്റ്റാർ, ആഹാർ, MI ഹോം ഇത് 3ഉമാണെങ്കിൽ അവിടെ 35% കമ്പനി രേഖപ്പെടുത്തുക. ക്യാഷ് കൊണ്ട് നോക്കുമ്പോൾ ഈ സാധനത്തിന് വില മാറ്റം ഉണ്ടായത് കൊണ്ട് തന്നെ ക്യാഷ് കൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും വ്യത്യാസം വന്ന് കണക്കൂട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ കമ്പനി എടുത്ത തീരുമാനമാണ് BVയിലേക്ക് കൺവേർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വന്ന BVക്ക് നമുക്ക് കമ്പനി വരുമാനം തരികയാണ് ചെയ്യാം. അതിന്റെ 12% പറയുന്നുണ്ട്. അപ്പൊ ഉദാഹരണം പറയാം. അപ്പൊ അങ്ങനെ വാങ്ങിയ വസ്തു നോക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സാധനങ്ങൾ വാങ്ങി രണ്ട് ഭാഗത്തും ലെഫ്റ്റും റൈറ്റും നമുക്കുണ്ടാവും. ഈ 2 ഭാഗത്തും നമ്മൾ സാധനം വാങ്ങി അത് കണക്കെടുത്തിട്ട് അതിൽ 12% തരുന്ന സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അതെങ്ങനെയാ നോക്കാം. ഇവിടെ കണ്ടാവും ഒരു ഗ്രാഫ് കണ്ടില്ലേ? ഒരാളും അയാൾ സൈഡിൽ ഒരു ഭാഗത്ത് ഒരാളും ഒരു ഭാഗത്ത് 2 ആളും നിൽക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ 1, ഓർഗനൈസേഷൻ 2 ഇങ്ങനെ. ഇവിടെ നോക്കിക്കോളി.
ഓർഗനൈസേഷൻ ഒന്നില് നമ്മൾ നേരത്തെ പറഞ്ഞ 75% കണക്കൂട്ടപ്പെടുന്നതോ 35% കണക്കൂട്ടപ്പെടുന്നതോ എങ്ങനെയാലും പാടില്ല. ഒരു 10,000 ബിസിനസ് വാളും ഈ ഭാഗത്ത് വന്നു. മറ്റേ ഭാഗം ഈ ഭാഗത്ത് രണ്ടാളുണ്ട്, ഒരു 5,000 റുപ്യക്ക് വാങ്ങിയിട്ട് അവിടെയും വന്ന് 10,000 ബിസിനസ് പോലെ. ഇങ്ങനെ വരുമ്പോൾ രണ്ട് ഭാഗത്ത് 10,000 മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പനി 12% 1,200 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടുതരും. ഇതാണ് ബിസിനസ്. ഒന്നുകൂടി പറഞ്ഞുതരാം. 1,000 രൂപ 1,000 ബി ഒരു ഭാഗത്തും മറ്റേ ഭാഗത്ത് 1,000 ബി ഉണ്ടാകുമ്പോൾ 120 കിട്ടും. 10,000 ആണെങ്കിൽ 1,800 ഉണ്ടാവും. ലക്ഷം ആണെങ്കിൽ 12,000 ഉണ്ടാവും. വിശദീകരിക്കുന്നുണ്ട്. ടോട്ടൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. വാങ്ങിയ ബിസിനസ് വാളിൽ കിട്ടിയ ബിസിനസ് വാളിന്റെ 12% നമുക്ക് ലഭിക്കുന്നു. പിന്നെ അടുത്ത ആഴ്ച 20,000 ബിസിനസ് വാളിൽ രണ്ട് ഭാഗത്ത് വന്നു. നല്ല കച്ചവടം നടന്നേ. അപ്പൊ അതിന്റെ 12% 2,400 നമുക്ക് അയച്ചു തരും. പിന്നെ ഒരാഴ്ചയിൽ ഇയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, മീറ്റിങ്ങിനൊക്കെ പങ്കെടുത്ത് കുറച്ച് ആളുകളൊക്കെ കൂടുതൽ വന്ന് നല്ല വർക്ക് ചെയ്തപ്പോൾ ഒരു ഭാഗത്ത് 1,00,000 ബിസിനസ് വാളിയും വന്നു, മറ്റേ ഭാഗത്ത് 2,00,000 വന്നു. ഇത് ജോയിന്റ് ആയി വന്നില്ല, ഒരേമാതിരി വന്നില്ല. ഈ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനല്ല. ഇത് ചെറുത് നോക്കും. ഈ 1,00,000 ചെറുത്, ഈ ചെറുതിന്റെ 12, ചെറുത് 1,00,000. അപ്പോൾ 1,00,000 ഇവിടുന്ന് കൊടുത്തിട്ട് അതിന്റെ 12% 12,000 രൂപ കമ്പനി നമുക്ക് അയച്ചു തരുന്നു. ബാക്കി വരുന്ന 1,00,000 കമ്പനി മാറ്റി വെച്ചിട്ട് ക്യാരി ഫോർവേഡ് ആയിട്ട് വെക്കും. അത് അടുത്ത മാസത്തേക്ക് പരിഗണിക്കും. ചില കമ്പനികളൊന്നും ഇതില്ല. ആ മാസത്തോടുള്ള ക്ലോസ് ആപ്പ്, ഇന്നത്തെ മാസം പുതിയത് ഉണ്ടാക്കണം. ഇവിടെ 1 കോടി വരെ കമ്പനി നമുക്ക് മാറ്റി വെച്ച് തരും. അതിന് സമയപരിധി ഇല്ല. അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാഴ്ച ഒരു ഭാഗത്ത് 5,00,000 ബിസിനസ് വോളിയം വന്നു. പക്ഷെ മറ്റേ ഭാഗത്ത് 4,00,000 വന്നുള്ളൂ. പേടിക്കാനല്ല, നമ്മൾ നേരത്തെ 1,00,000 മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് പരിഗണിച്ച് അതും 5ആയി പരിഗണിച്ചുകൊണ്ട് 5,00,000ന്റെ 12% 60,000 രൂപ കമ്പനി നമുക്ക് അയച്ചു തരുന്നു. ഇതാണിത് ബിസിനസ്. ഇത് ആഴ്ചയിലാണെന്ന് മനസ്സിലാക്കണം, മാസത്തിലല്ല. ഓരോ ആഴ്ചയിലും ഇത് നമുക്ക് ചെയ്തു തരുന്നു. നീട്ടി പരത്തി പോകുന്നില്ല. പിന്നെ ഇതുപോലെ രണ്ട് ഭാഗത്തും 10,00,000 ബിസിനസ് വഴി വെച്ച് രണ്ട് ഭാഗത്തും വന്നു. അങ്ങനെ അപ്പോഴോ 12,000 1,20,000 കിട്ടും. എന്നാൽ ഇതിങ്ങനെ അനന്തമായിട്ട് പോകുന്നില്ല. നമുക്ക് കമ്പനി ഒരു കണക്ക് വെച്ചിട്ടുണ്ട്, ഒരു അതിർത്തി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ നോക്കാം. 17,00,000 ബിസിനസ് വഴി 17,50,000 ബിസിനസ് വഴി ഒരു ഭാഗം ഓർഗനൈസേഷൻ ഒന്നിലും 17,50,000 ബിസിനസ് വഴി ഓർഗനൈസേഷൻ രണ്ടിലും വരുമ്പോൾ അതിന്റെ 12% 2,14,000 രൂപയാണ് കമ്പനി നമുക്ക് നൽകാൻ തീരുമാനിക്കും. ഇങ്ങനെ വാങ്ങുന്ന 2,700ഓളം ആളുകൾ ഉണ്ടെന്നാണ് കണക്ക്. കൃത്യമായ കണക്കല്ല. എന്താണ്? ധാരാളം ആളുകളുണ്ട്. നമുക്കൊക്കെ ആപ്പ് തന്നിട്ടുണ്ടല്ലോ. നമ്മൾ ആപ്പില് സീലിംഗ് അച്ചീവേഴ്സ് എന്നൊരു ഭാഗം തന്നെ ഉണ്ട്. അത് നെക്കി കഴിഞ്ഞാൽ, തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ മേലോട്ട് നീക്കി കഴിഞ്ഞാൽ നമ്മുടെ ലീഡേഴ്സിന്റെ പേരൊക്കെ അവിടെ കാണാം. അത് എണ്ണി തീർക്കാൻ കഴിഞ്ഞില്ല, കണ്ടമാനുണ്ട്. 1000-ലധികം ഉണ്ടായതുകൊണ്ട് തന്നെ കുറെ ഞാൻ ഒരിക്കൽ എണ്ണിയതാ. ഒരു ടാസ്കിന്റെ ടീമിലൊക്കെ കൊടുത്തിരുന്നു, എണ്ണിക്കാണ് കണക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർ പല റിസൾട്ടാണ് തന്നത്, കണ്ടമാനം ഉണ്ടായതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ 2.10 സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളുകൾ ധാരാളമുണ്ട്. മാത്രമല്ല നമുക്ക് 3 ID ഉണ്ട്. ഈ 3 IDയിൽ നമുക്ക് 2.10 വാങ്ങാം. ഇതൊക്കെ ചെയ്ത് അപ്പൊ നമുക്ക് മെയിൻ ID ഉണ്ട്, മറ്റേ ID ചെയ്യാം, ഇപ്പുറത്തെ ID ചെയ്യാം, എല്ലാ ID ചെയ്ത് 3 ID ചെയ്യാം. മാത്രമല്ല നമുക്ക് ഹൈബ്രിഡ് ആയിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യാം. അതൊക്കെ ഡീറ്റെയിൽ പിന്നീട് പറയേണ്ട, കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതൊക്കെ ലീഡ് വലിയ വർക്ക്ഷോപ്പ് പോലെയുള്ളതിന് നമുക്ക് പഠിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, നമുക്കിവിടെ 3 IDയിലും 2.10 വെച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇത് എന്നുള്ളതാണ്. പിന്നെ നോക്കിക്കോളെ, ഇനി അതാണ് സെയിൽസ് ടേൺ ഓവർ ബോണസ്. ഇനി അടുത്തത് 4ാമത് പെർഫോമൻസ് ബോണസ് ആണ്. പിന്നെ 6 മാസം സ്ഥിരമായിട്ട് പെർഫോമൻസ് വേണം. കമ്പനി ടാർഗറ്റ് തരും. ആ ടാർഗറ്റ് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ കമ്പനി അതിൽ നമുക്ക് ഒരു ബോണസ് തരും. എന്നാൽ അതുപോലെ അത് 6 മാസം സ്ഥിരമായി പിന്നെ കൊണ്ടുപോയാൽ അതിന് വേറെ സെപ്പറേറ്റ് വേറൊന്നുണ്ട്. പിന്നെ റാങ്കിങ് ഉണ്ട് മാസം. അതുപോലെ തന്നെ ലോയൽറ്റി ബോണസ് ഉണ്ട്. DTC മുതലുള്ള ലീഡേഴ്സിനുള്ളതാണത്. അത് മന്ത്ലിയാണ്. പിന്നെ ഡയമണ്ട് റോയൽറ്റി മാസത്തിലാണ്. ഇനി നോക്കിക്കോളെ, ഇതിൽ സ്റ്റാർ ആക്ഷൻ ആയിട്ടുള്ള ഒരു സംഗതികളെ കുറിച്ച് പറഞ്ഞു നിർത്താം. അതായത് ഈ പറയപ്പെട്ട 10ഓളം വരുമാനം ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നോമിനേഷൻ ഫെസിലിറ്റിയാണ്. സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഒരു മിനിറ്റ് ഇവിടെ നിന്ന് എടുക്കേണ്ടി വരും, നിർബന്ധമാണ്. കാരണം നമ്മളൊക്കെ ജീവിച്ചു പോണ സാഹചര്യത്തിൽ നമുക്ക് പിന്നെ നല്ല ആരോഗ്യത്തോടെ പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഒന്നിരിക്കൽ അപകടം പറ്റി, പഠിച്ചോ കാക്കട്ടെ, പറ്റി ഒരു ഭാഗത്ത് വിശ്രമിക്കേണ്ട സാഹചര്യം വന്നു, അതല്ലെങ്കിൽ ഇല്ലാതായിപ്പോയി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? കാരണം കുടുംബത്തിന് നാളെ ഒരു അത്താണി ഇല്ലാത്തൊരവസ്ഥ വരും.
ഇവിടെ അങ്ങനല്ല. ഇവിടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നല്ല ശക്തമായി പോണ സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും നാശനഷ്ടം വന്നു കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ നോമിനിയിലേക്ക് ഈ ഒരു ബിസിനസ് നീങ്ങുന്ന സിസ്റ്റമുണ്ട്. ചില്ലറ കാര്യമല്ല അത്. അപ്പൊ ആ ഒരു സൗകര്യമുള്ളത് കൊണ്ട് തന്നെ യാതൊരു സങ്കോചവും കൂടാതെ നമുക്ക് ഇതിൽ പ്രവർത്തിക്കാൻ പറ്റും ധൈര്യത്തോടുകൂടെ എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് TC മുകളിലുള്ള ഒരു ഏകദേശം 5 ലക്ഷം ബിസിനസ്സുകളും 2 ഭാഗത്തും കൂടി 2.5 ലക്ഷം ബിസിനസ് വരുമ്പോൾ എന്ന് വെച്ചാൽ TC ആകുമ്പോൾ അർത്ഥം TC ആകുന്നതോടുകൂടി ഒരു 3 ലക്ഷത്തിന്റെ ഫ്രീ ഇൻഷുറൻസ് പോളിസി കവറേജ് കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. അതൊരു വർഷമാണ് അതിന്റെ കാലാവധി. കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടത്. ഇങ്ങനെ കുറെ സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ നോമിനേഷൻ ബസ്സിലുകൾ ലഭിച്ചു കണ്ടമാന ആളുകളെ പറ്റി നമുക്കൊക്കെ അറിയാം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിജയിച്ച ലീഡേഴ്സിനെ പറ്റി കണ്ടമാനം ഞാൻ പറഞ്ഞു തന്നു, സൂചിപ്പിച്ചു തന്നു. ചെയ്യാൻ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സിമ്പിൾ ആണ് പരിപാടി. നമുക്ക് എന്താ ഒരു മണിച്ചെയിൻ പോലുള്ള സിസ്റ്റത്തിൽ നമ്മൾ ക്യാഷ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ ക്യാഷ് വസൂലാക്കാതെ നമുക്ക് പോരാൻ തോന്നില്ല. നമ്മൾ പോരില്ല. അവിടെ അങ്ങനെ വളഞ്ഞിക്കണ്ടി കുടുങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു 5 രൂപയ്ക്ക് മരുന്ന് വാങ്ങി, അല്ലെങ്കിൽ വസ്തു വാങ്ങി, പ്രൊഡക്റ്റ് വാങ്ങി, തുടക്കക്കാരൻ മരുന്ന് എന്നാണ് പറയാം. അപ്പം അല്ലെങ്കിൽ 10,000-ന് വാങ്ങി, അല്ലെങ്കിൽ 1,00,000-ന് വാങ്ങി, എത്ര വാങ്ങുകയാണെങ്കിലും നമ്മൾ ആ സാധനം വിറ്റിട്ടോ അല്ലെങ്കിൽ ഉപയോഗിച്ചോ തീർത്ത് നമുക്ക് ഇതിൽ നിന്ന് സലാം പറഞ്ഞു പോകാൻ സംവിധാനമുണ്ട്. അതുകൊണ്ട് ആർക്കും പ്രയാസമല്ല, ചെയ്യാൻ എളുപ്പമുള്ള ബിസിനസ്സുമാണ്. കാരണം ആർക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന, ഇന്ന് പണ്ടത്തെ മാതിരിയൊന്നുമല്ല. ഇപ്പൊ എല്ലാവർക്കും എലമെന്റ്സിനെ കുറിച്ച് അറിയാം, മൈലേഫിനെ കുറിച്ച് അറിയാം, ഒക്കെ ക്ലിയറാണ്. അതുപോലെ തന്നെ കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളുണ്ട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സ്ട്രോങ് മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ ആണ്. അതായത് നോക്കുകയാണെങ്കിൽ ഇതാണ് ISO 9001 2015 സർട്ടിഫിക്കേഷനാണ് നമ്മുടെ കമ്പനിയുടെ ISO പ്ലാനിന്റെ. പിന്നെ ഫിക്കിയുടെ മെമ്പർഷിപ്പുള്ള ടീമാണ് നമ്മുടെ കമ്പനി. ഫെഡറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് അസോസിയേഷന്റെ മെമ്പർഷിപ്പുള്ള കമ്പനിയാണ്. മാത്രമല്ല സ്കിൽ ഇന്ത്യ പദ്ധതിയിൽ മെമ്പർഷിപ്പുള്ള ഒപ്പുവെച്ച കമ്പനിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്ന ആ ഒരു ഇതില്. അപ്പൊ അതിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഇങ്ങനെയൊക്കെയാണ് കമ്പനിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്താണ് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് ഇതിനെപ്പറ്റി നമ്മളെ പിന്നെ ഈ കമ്പനി എല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. www.mlftmarketing.com എന്ന ഈ ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ പിന്നെ സ്മാർട്ട് ഫോണുള്ള കാലഘട്ടമാണല്ലോ. അപ്പൊ നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. 2 സൈറ്റാണ് നമുക്ക് ഒന്നുള്ളത്. ഒന്ന് ഇതും, മറ്റൊന്ന് പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഇന്ത്യ ഷോപ്പിൽ നിന്നുള്ളതും. അപ്പൊ ഈ 2 രൂപത്തിൽ നമുക്ക് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ അറിയാനും പഠിക്കാനും പറ്റുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഒരുപാട് പറഞ്ഞു. സമയം ഒരു 5 മിനിറ്റ് കരുതിയിലേറെ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് സാധാരണഗതിയിൽ നമ്മള് GTS സെന്ററിൽ പോയി നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഫുള്ളായിട്ട് കാര്യങ്ങൾ പറയാനോ സാവധാനം അങ്ങനെ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും സ്പീഡിൽ അടിച്ചു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകാതെ പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ അല്പം സാവധാനം പറഞ്ഞുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് വൈകിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. എല്ലാവരും ക്ഷമ ചോദിക്കുന്നു. എന്താണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇവിടെ നമുക്ക് വിജയിക്കാൻ ആവശ്യമായ നല്ലൊരു മേഖല നമ്മുടെ മുന്നിലുണ്ട്. അത് എല്ലാവരും മുറുകെ പിടിക്കുക എന്ന ഒരു സന്ദേശത്തോടു കൂടെ ഞാൻ ഈ പ്രസന്റേഷൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ജയ് ഹിന്ദ്, ജയ് മലയാളം. താങ്ക് യു ആൾ. താങ്ക് യു ബാപ്പു സാർ.